പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിച്ച് യാത്രയാക്കുകയാണ്. ഇത് സമാന്തര സുവിശേഷങ്ങളിലുമുണ്ട്. വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും ഈ ഭാഗം വിവരിക്കുന്നുണ്ട്, അല്പസ്വല്പം വ്യത്യാസങ്ങളോടെ. ഈ ഭാഗത്ത് പ്രധാനമായും 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈശോ 12 ശിഷ്യന്മാരെ വിളിച്ച് പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിക്കുന്നു. 2, അവർക്ക് അധികാരവും ശക്തിയും നൽകുന്നു. 3, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവരെ അയക്കുന്നു. നമുക്ക് പ്രധാനപ്പെട്ട ഒരു പാഠം ഈ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് ഇതാണ്: ഒരു ദൗത്യം ഭരമേൽപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിനു വേണ്ട അധികാരവും ശക്തിയും നൽകണമെന്നാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പാളിച്ചകൾ ഇതാണ്. ദൗത്യം ഭരമേൽപ്പിക്കുന്നു, പക്ഷേ എന്ത് ചെയ്യണമെന്നോ അതിനു വേണ്ട അധികാരമോ ചിലപ്പോൾ നൽകാറില്ല. രണ്ടാമതായിട്ട് ഈ ഭാഗം നമ്മളോട് പറയുന്നു, പ്രേക്ഷിത ദൗത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. ശിഷ്യന്മാരെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലാണ് ഈശോ അയക്കുന്നത്. കൂട്ടായ്മ നഷ്ടപ്പെട്ടാൽ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഫലപ്രാപ്തിയായിരിക്കും ഇല്ലാതാകുന്നത്. ഈ അധികാരവും ശക്തിയും കേവലം ഭൗതികമായ അധികാരമല്ല, അത് ആത്മീയമായ അധികാരമാണ്, ദൈവികമായ അധികാരമാണ്. അതുകൊണ്ടാണ് ഉന്നതങ്ങളിൽ നിന്നുള്ള അധികാരമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേൽ എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് ഈശോ പറയുന്ന ഇതാണ്: സ്വർഗത്തിൽ നിന്ന് ലഭിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഈ അധികാരം ദൈവികമായ അധികാരമാണ്, ഭൗതികമായ അധികാരമല്ല. രണ്ടാമത്തത്, ശക്തി എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ താമസിക്കുവിൻ. അപ്പോൾ ഈ ദൈവികമായ അധികാരവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നൽകിയാണ് സുവിശേഷ പ്രഘോഷണത്തിന് ശിഷ്യന്മാരെ അയക്കുന്നത്. അഥവാ ഇന്നും സുവിശേഷ പ്രഘോഷണം, പ്രേക്ഷിത ദൗത്യം ഫലപ്രദമാകണമെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ടാകണം. ഭൗതിക തലങ്ങളുടെ മാനദണ്ഡങ്ങൾ വെച്ച് നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലപ്രാപ്തിയെ, കാര്യക്ഷമതയെ അളക്കാനാവില്ല എന്നർത്ഥം. ഇനി ഈശോ പറയുന്നു, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. എന്താണ് ഈ സ്വർഗരാജ്യം? പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിറ്റിയുടെ സവിശേഷതയാണത്. മറ്റെല്ലാ മതങ്ങളിൽ നിന്നും സുവിശേഷത്തെ വ്യത്യസ്തമാക്കുന്നതാണ്, പുതിയ നിയമത്തെ വ്യത്യസ്തമാക്കുന്നതാണ്, ഈശോയുടെ അനന്യത അതാണ്. എന്താണ് ഈ ദൈവരാജ്യം? ദൈവരാജ്യം കരുണയും സ്നേഹവും നിലനിൽക്കുന്ന ഇടങ്ങളെ നിർമ്മിക്കലാണ്. സ്വർഗത്തിൻ്റെ പ്രതീകമാക്കി ഭൂമിയെ മാറ്റുന്നതാണ്. അത് ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നതാണ്. മലയിലെ പ്രസംഗത്തിൽ ലോകം കേട്ട എല്ലാ ധാർമ്മിക പ്രബോധനങ്ങളുടെ പരമകാഷ്ഠം നമ്മൾ കാണുന്നു. അതിനപ്പുറത്തേക്ക് ഇനിയൊരു ധാർമ്മികതയ്ക്ക് ഒരു സഞ്ചാരമില്ല. ശത്രുക്കളെ സ്നേഹിക്കുവിനെന്ന് പറയുമ്പോൾ എല്ലാ ധാർമ്മിക പ്രബോധനങ്ങളും അതിൻ്റെ പരമകാഷ്ഠയിലെത്തിക്കഴിഞ്ഞു. മറ്റൊരു സ്ഥലത്തും നമ്മളത് കാണുന്നില്ലല്ലോ. ഇത് സുവിശേഷത്തിൻ്റെ അനന്യതയാണ്. പിന്നീട് അതോട് ചേർന്നിട്ടാണ് സുവിശേഷം നൽകുന്ന ഈ ദൈവരാജ്യം, ഈശോ വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ. അടുത്തത്, പാപികളായിട്ടുള്ള മനുഷ്യർക്ക് തിരിച്ചുവരവുണ്ട് എന്ന് പറയുന്നതാണ്. അവർക്ക് വീണ്ടും, എത്ര തെറ്റ് വന്നവനാണെങ്കിലും അവന് വീണ്ടും ഒരവസരം കൂടി നൽകുക എന്നുള്ളതാണ്. തെറ്റുകൾക്ക് ശിക്ഷ മരണമായിരുന്നു, അതിനെ ഈശോ തിരുത്തുകയാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത മറ്റൊന്ന്, അനാഥരെ ആലംബഹീനരെയും സഹായിക്കലാണ്. ഈ സുവിശേഷത്തിൻ്റെ പങ്കുവയ്ക്കൽ വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് പിന്നീട് വഴിവെക്കുന്നുണ്ട്.
ഈശോ തന്നെ നസ്രത്തിലെ സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതാണല്ലോ, ബന്ധിതർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഞാൻ വരുന്നു. അതാണ് ദൈവരാജ്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ ആകുക, ഒരുമിച്ചിരിക്കുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുന്ന, ശത്രുതയില്ലാത്ത, കാരുണ്യവും സ്നേഹവും ദയയുമൊക്കെ നിലനിൽക്കുന്ന, അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. പിന്നീട് അനന്യത, ഈ സുവിശേഷത്തിൻ്റെ അനന്യത മറ്റൊന്ന് ഇതാണ്: ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ തീർത്തും എളിയവനോടൊപ്പം ദൈവം ഉണ്ട്, അല്ലെങ്കിൽ അവനിൽ ദൈവത്തെ കാണണമെന്ന് പറയുന്നത്, അത് ഈ സുവിശേഷത്തിൻ്റെ അനന്യതയാണ്, ക്രിസ്ത്യാനിറ്റിയുടെ അനന്യതയാണ്. മറ്റു സ്ഥലങ്ങളിൽ നമുക്കിത് കാണാനാകില്ല. അപ്പോൾ ഈശോ ഈ സുവിശേഷം പ്രസംഗിക്കാനാണ് ശിഷ്യന്മാരോട് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ സമാന്തര സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ മറ്റ് സമാന്തര സുവിശേഷങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്: ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്ക് പോകൂ. അപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. മാനേജ്മെന്റ് തത്വങ്ങളിൽ പോലും പറയുന്ന ഒരു കാര്യം: ഇറ്റ് ഈസ് ബെറ്റർ ടു റീറ്റെയിൻ ദ കസ്റ്റമേഴ്സ് ദാൻ ടു ഗോ ആഫ്റ്റർ സംബഡി എൽസ്. മറ്റുള്ളവരുടെ പുറകെ പോകുന്നതിനേക്കാൾ ഉള്ളവരെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ നഷ്ടപ്പെട്ടവരെ, അവരെ ഏതെങ്കിലും തരത്തിൽ അകന്നുപോയവരെ, അവരെ എന്നേക്കുമായി മാറ്റി നിർത്താതെ അവരെ തിരിച്ചു കൊണ്ടുവരാനാണ് ഈശോ പറയുന്നത്. നഷ്ടപ്പെട്ടവരെ തേടിപ്പോകും. അതുകൊണ്ടാണ് ഈശോ നഷ്ടപ്പെട്ട നാണയത്തിൻ്റെയും നഷ്ടപ്പെട്ട ആടിൻ്റെയും നഷ്ടപ്പെട്ട മനുഷ്യൻ ധൂർത്തപുത്രൻ്റെയും ഒക്കെ ഉപമ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരികയാണ് ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. ഒന്നാമത്തത്, ഒരിക്കലും ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയ സമയത്ത് നടന്ന സംഭവമാണ്. ധ്യാനം കഴിഞ്ഞപ്പോൾ പള്ളിയുടെ വാതിൽക്കൽ സങ്കീർത്തിയുടെ ഭാഗത്തായിട്ട് ഒരു വീട്ടമ്മ വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ കാരണം പറഞ്ഞു, യുവജന സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു മകൻ. പക്ഷേ ഏതോ ഒരു സമയത്ത് അവിടെ നിന്ന് മാറിപ്പോയ വികാരിച്ചന് ഒരു തെറ്റിദ്ധാരണയുണ്ടായി. അത് വികാരിച്ചൻ്റെ കുറ്റമായിരുന്നില്ല, കൈക്കാരന്മാർ മോശമായി ആ പയ്യനെക്കുറിച്ച് പറഞ്ഞതാണ്. അത് വികാരിച്ചൻ അറിഞ്ഞപ്പോൾ സംഘടനാ പ്രവർത്തനം ഇനി വേണ്ട എന്ന് പറഞ്ഞു. അവന് വലിയ ദുഃഖമായി. അവൻ പിന്നീട് പള്ളിയിൽ കയറിയിട്ടില്ല. അന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ വന്ന് അവന് വളരെ അലക്ഷ്യമായിട്ടുള്ള ജീവിതം നയിക്കുകയാണ്. ഈ അമ്മ ധ്യാനത്തിന് ശേഷം സങ്കടപ്പെട്ടു വരികയാണ്. എൻ്റെ വീട്ടിലൊന്ന് വരാമോ എന്ന് ചോദിച്ച്. പിറ്റേന്ന്, അന്ന് വൈകിപ്പോയതിനാൽ പിറ്റേന്ന് ധ്യാനത്തിന് മുമ്പ് വീട്ടിൽ ചെന്നു. ഈ അവിടെയുള്ള ഒരാളുടെ സഹായത്തോടു കൂടി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മകൻ അവിടെയുണ്ട്. ഈ മകൻ ആദ്യം പറയുന്നതൊന്നും ശ്രവിക്കുന്നില്ല. അച്ഛന്മാരോടൊന്നും അവന് തീർത്തും മതിപ്പില്ലാത്ത രീതിയിലായിരുന്നു അവൻ്റെ പെരുമാറ്റം. അവസാനം അടുത്ത് ചെന്ന് അവൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ കൈ കുതറിച്ച് മാറുകയാണ്. പക്ഷേ സ്നേഹപൂർവ്വം അവൻ്റെ പേര് വിളിച്ച് അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ ഹൃദയം വിങ്ങുന്നത്, ഏങ്ങലടിക്കുന്നത് പോലെ തോന്നി. പിന്നീട് അവന് വലിയ തരത്തിലുള്ള വിഷമം അവനുണ്ടാകി. അവന് പിന്നീട് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് പിന്നെ അവൻ തിരിച്ചു വരികയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസംഗ പരിശീലന ക്ലാസ് നടത്തി. എല്ലാവരോടും പ്രസംഗം പറയണമെന്ന് പറഞ്ഞു. ഒരു പയ്യൻ യുവജന സംഘടനയിൽപ്പെട്ട പയ്യൻ തന്നെയാണ്. അവനൊരു പ്രസംഗം പറഞ്ഞത് അവൻ വളരെ നിശിതമായിട്ട് സഭയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിപ്പോയി. എനിക്കത് വലിയ ഷോക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പബ്ലിക്കായി തന്നെ അവനെ ശകാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഏങ്ങലടിച്ച് കരഞ്ഞു അവിടെ എല്ലാവരുടെയും മുമ്പിൽ. എന്നിട്ട് അവൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്കത് വലിയ തരത്തിൽ വിഷമമുണ്ടായി. ഞാൻ അവനെ അടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പറയാണ്, പള്ളിയുടെ പണിക്കൊക്കെ രാത്രിയിലൊക്കെ വീട്ടുകാർ വഴക്കിട്ടിട്ട് പോലും ഞാൻ വന്ന് പള്ളിക്ക് പണിക്കാൻ കൂടിയതാണ് അച്ഛാ, അങ്ങനെയുള്ള എന്നോടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ എന്നോട്. അവസാനം ഞാൻ ഒരു ദിവസം ഞാൻ അവനെ വിളിച്ചതിന് ശേഷം ഞാൻ വീടിൻ്റെ അടയാളങ്ങളൊക്കെ ചോദിച്ച് വീട്ടിൽ വരികയാണെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക്
വലിയ സങ്കടവും എനിക്ക് വലിയ സ്നേഹവും എല്ലാം കൂടെ ഒരുമിച്ച് തോന്നി. ഞാൻ ക്ലാസ്സിൽ വെച്ച് പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥത്തെക്കുറിച്ച് പറയുമായിരുന്നു. അവനത് അവൻ്റെ അമ്മയെ കൊണ്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. വലിയ സങ്കടം, എനിക്ക് വലിയ വിഷമവും തോന്നി. ആ പയ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹം എന്തുമാത്രമാണ്. ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരുപക്ഷെ അവനെ അകറ്റിയിരുന്നെങ്കിൽ എന്നേക്കുമായിട്ട് അവൻ നഷ്ടപ്പെടുമായിരുന്നു, അവൻ സഭയ്ക്കെതിരായി മാറുമായിരുന്നു. അപ്പോൾ പിന്നീട് വലിയ സ്നേഹിതനായി മാറിയവൻ. അപ്പോൾ ഈശോ പറയുന്നത് ഇതാണ്, നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ച് കൊണ്ടുവരിക. അതിനാണ് ഈശോ ഈ നഷ്ടപ്പെട്ടതിൻ്റെ ഉപമകളെല്ലാം പറഞ്ഞത്. ഇനി നമുക്ക് അല്പം യഹൂദ ചരിത്രത്തിലേക്ക് കൂടെ വരാം. അത് ഇതാണ്, ഈശോ പറയുന്നു, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വടിയോ സഞ്ചിയോ അപ്പമോ കരുതരുത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അത് യഹൂദരുടെ ഒരു രീതിയായിരുന്നു. അവരുടെ ദീർഘയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ദുർഘടമായ വഴികളൊക്കെയാണ്, അതുകൊണ്ട് 2 ജോഡി ചെരുപ്പുകളൊക്കെ എടുത്തിരുന്നു. അതുപോലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മേലങ്കിയുടെ കൂടെ അല്ലെങ്കിൽ ഉടുപ്പിൻ്റെ കൂടെ മേലങ്കി കൂടെ കരുതിയിരുന്നു. അതാണ് ഈശോ പറയുന്നത്, 2 ജോഡി വസ്ത്രങ്ങൾ എടുക്കരുത്, 2 ജോഡി ചെരുപ്പെടുക്കരുത്. അതുപോലെ കയ്യിൽ പണം, സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു നാണയമാണ്, അതിൽ നിന്നാണ് ഈ നല്ല സമരിയാക്കാരൻ സത്രം സൂക്ഷിപ്പുകാരന് കൊടുക്കുന്നത്. ഈശോ പറയുന്ന ഇതൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല, വേലക്കാരൻ കൂലിക്ക് അർഹനാണല്ലോ. അതുകൊണ്ട് ഭൗതികമായതിലൊന്നും ആശ്രയം വെച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തണ്ട എന്നാണ് ഈശോ പറയുന്നത്. ദൈവികമായ ശക്തിയിലും ദൈവികമായ അധികാരത്തിലും ആശ്രയം വെച്ചുകൊണ്ട് സുവിശേഷം പറയുവനെന്നാണ്. ഇനി അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈശോ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സ്വീകരിച്ചാൽ അവരോടൊത്ത് വസിക്കുവിൻ, സ്വീകരിക്കുന്നില്ലെങ്കിൽ കാലിലെ പൊടി കൂടി അവർക്കെതിരെ തട്ടിക്കളയുവിനെന്ന്. അല്പം കഠിനമാണ് എന്ന് നമുക്ക് തോന്നാം, പക്ഷേ അത് യഹൂദരുടെ ഒരു പാരമ്പര്യമായിരുന്നു. അവർ വിജാതീയ നഗരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ വിശുദ്ധ നാട്ടിൽ പ്രവേശിക്കുന്ന ആ പടിയുടെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ അടുത്ത് വെച്ച് അവരവരുടെ കാലിലെ പൊടി തട്ടിക്കളയുമായിരുന്നു. വിജാതീയ സ്ഥലങ്ങളിൽ നിന്ന് കാലിൽ കയറിയ പൊടി ഈ വിശുദ്ധ നാട്ടിൽ വീഴാതിരിക്കട്ടെ എന്ന അർത്ഥത്തിൽ തട്ടിക്കളയുമായിരുന്നു. ആ അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്, സ്വീകരിക്കാത്തവർക്കെതിരെ ആ പൊടി തട്ടിക്കളഞ്ഞിട്ട് പോരുവിൻ. അതായത് നിഷേധാത്മകമായതൊന്നും നിങ്ങളുടെ കൂടെ നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകണ്ട എന്ന് തന്നെയാണ് ഈശോ പറയുന്നത്. എല്ലാം ആശ്വാസപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ വഹിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ദൈവരാജ്യ പ്രഘോഷത്തിൽ നിന്ന് ഉപേക്ഷിക്കുക എന്ന് പറയുന്നു. നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു വേദപാഠ അധ്യാപകൻ പ്രസംഗിക്കുന്നത് കേട്ടതാണ്, നമ്മൾ ഒതുക്കേണ്ടവരെയൊക്കെ നമ്മൾ ഒതുക്കിയിരിക്കും, നമ്മൾ പറഞ്ഞു വിടേണ്ടവരെയൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടിരിക്കും. നമുക്കറിയാം ആരെയൊക്കെ വളയ്ക്കണം, ആരെയൊക്കെ ഓടിക്കണമെന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലപ്രാപ്തിക്ക് വിഘ്നം വരുത്തുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. അങ്ങനെയുള്ള ശൈലികളൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്. നെഗറ്റീവായതൊന്നും സ്വീകരിക്കാൻ ആകാത്തതൊന്നും കൂടെ കരുതണ്ട എന്നാണ് ഈശോ പറയുന്നത്. ഈശോ